ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് പാടുവാൻ കഴിഞ്ഞു, യേശുവെ പോലാരുമില്ല, സ്വർഗത്തിലും ഭൂമിയിലും യേശുവിന് തുല്യനായിട്ട് ആരുമില്ല. യേശു ആരിലും വലിയവൻ, യേശു ആരിലും മതിയായവൻ. യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. എത്ര പേർക്ക് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുവാൻ കഴിയും? യേശു ക്രിസ്തു മുഖാന്തരം ഇന്ന് രാത്രിയിൽ ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി വിശുദ്ധ തിരുവെഴുത്തിൽ നിന്ന് ഒരു വേദവാക്യം വായിക്കുവാൻ കർത്താവിൽ താല്പര്യപ്പെടുന്നു. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 44-45 വാക്യങ്ങൾ. സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ച നിധിയോട് സദൃശ്യം. അത് ഒരു മനുഷ്യൻ കണ്ട് മറച്ചിട്ട് തന്റെ സന്തോഷത്താൽ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് ആ വയൽ വാങ്ങി. പിന്നെയും സ്വർഗരാജ്യം നല്ല മുത്ത് അന്വേഷിക്കുന്ന ഒരു വ്യാപാരിയോട് സദൃശ്യം. വയലിൽ ഒളിച്ചു വെച്ച നിധിയോട് സദൃശ്യം. സ്വർഗരാജ്യം വിലയേറിയ ഒരു മുത്ത് അന്വേഷിക്കുന്ന വ്യാപാരിയോട് സദൃശ്യം. ഇന്ന് രാത്രിയിൽ പ്രസംഗിക്കുവാൻ എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്ന വിഷയം ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടി നമുക്കുള്ള റിസോഴ്സസ് മുഴുവനും എങ്ങനെ പ്രയോജനപ്പെടുത്തണം. ഈ ദിവസങ്ങളിൽ നാം ചിന്താവിഷയമാക്കിയിരിക്കുന്നത് ഞാൻ വരുവോളം വ്യാപാരം ചെയ്യുക. ഒരു ബിസിനസ്സുകാരൻ വ്യാപാരം ചെയ്യുന്നത് പോലെ ഒരു ബിസിനസ്സുകാരൻ തന്റെ പണം അതിനുവേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നു, തന്റെ സമയം അതിനുവേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നു, തൻ്റെ ആരോഗ്യം അതിനുവേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നു. തൻ്റെ ബിസിനസ് വിജയമാക്കി തീർക്കുവാൻ എന്തെല്ലാം അതിനുവേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുവാൻ കഴിയുമോ അതെല്ലാം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു ബിസിനസ്സുകാരൻ പ്രവർത്തിക്കുന്നത് പോലെ ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടി, ദൈവസഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി, ദൈവസഭയുടെ അനുഗ്രഹത്തിന് വേണ്ടി ഒരു ദൈവത്തിന്റെ പൈതലിന് എന്തെല്ലാം ഇൻവെസ്റ്റ് ചെയ്യുവാൻ കഴിയുമോ, എന്തെല്ലാം അതിനുവേണ്ടി നിക്ഷേപിക്കുവാൻ കഴിയുമോ, എന്തെല്ലാം അതിനുവേണ്ടി ചെലവിടുവാൻ കഴിയുമോ അതെല്ലാം ചെലവിടുക എന്നുള്ളതാണ് ഇന്ന് രാത്രിത്തെ ചിന്താവിഷയം. സ്വർഗരാജ്യത്തെക്കുറിച്ച് 7 ഉപമകൾ യേശു പറഞ്ഞ ഉപമകൾ നമുക്ക് മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിൽ കാണുവാൻ കഴിയുന്നു. 2 ഉപമകൾ നമുക്കിവിടെ വായിക്കുവാനിടയായി. വളരെ സാമ്യമുള്ള 2 ഉപമകളാണ്. ഒരു മനുഷ്യൻ ഒരു വയലിനു വേണ്ടി തനിക്കുള്ളതെല്ലാം അതിനുവേണ്ടി കൊടുക്കുവാൻ തയ്യാറായി. ഒരു വ്യാപാരി വിലയേറിയ ഒരു രത്നത്തിനു വേണ്ടി തനിക്കുള്ളതെല്ലാം കൊടുക്കുവാൻ തയ്യാറായി. ഇവർ രണ്ടുപേരും തമ്മിലുള്ള സാമ്യം നമുക്കറിയാം. ഒരുവൻ വയലിനു വേണ്ടി തനിക്കുള്ളതെല്ലാം കൊടുത്തു, ഒരുവൻ വിലയേറിയ ഒരു രത്നത്തിനു വേണ്ടി തനിക്കുള്ളത് എല്ലാം കൊടുക്കുവാനിടയായി. 2 പേർക്കും ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. ഒരാളുടെ ലക്ഷ്യം വയലായിരുന്നില്ല, വയലിനകത്ത് മറഞ്ഞിരിക്കുന്ന ഒരു നിധി കണ്ടുകൊണ്ടാണ് തനിക്കുള്ളതെല്ലാം കൊടുക്കുവാനിടയായത്. മറ്റേയാള് വളരെ ശ്രേഷ്ഠമായ ഒരു രക്തം കണ്ടുകൊണ്ട് അതിനുവേണ്ടിയാണ് തനിക്കുള്ളതെല്ലാം കൊടുക്കുവാനിടയായത്. ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ഒരു വ്യക്തിക്ക് കഴിയണമെങ്കിൽ ഒരു ലക്ഷ്യം തനിക്കുണ്ടായിരിക്കണം. ലക്ഷ്യമില്ലാതെ പ്രവർത്തിക്കുന്ന ആളുകൾ
ഇന്ന് വളരെ ലോകത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പല ആളുകളും പ്രവർത്തിക്കുന്നുണ്ട്, അധ്വാനിക്കുന്നുണ്ട്, ഓടി നടക്കുന്നുണ്ട്. സുവിശേഷത്തിന്റെ പേരിൽ രാപ്പകലോടി നടക്കുന്ന ആളുകളുണ്ട്. എന്നാൽ പലർക്കും ഒരു ലക്ഷ്യമില്ല. നാം പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്, പകൽക്കാലങ്ങളിൽ സ്ട്രീറ്റ് ലൈറ്റുകൾ കത്തിക്കിടക്കുന്നത് കാണാറുണ്ട്. വളരെ ചെലവ് അതിനുണ്ടാകുന്നുണ്ട്, ഒരു പ്രയോജനവും ഇല്ലാത്ത ചെലവ് നമുക്ക് കാണാൻ കഴിയാറുണ്ട്. വണ്ടി ഓടിക്കുന്ന ആളുകൾ ന്യൂട്രൽ ഇട്ടുകൊണ്ട് ആക്സലറേഷൻ കൊടുത്ത് എരപ്പിച്ചുകൊണ്ട് നിൽക്കും. ചില സമയങ്ങളിൽ ഒരു പ്രയോജനമില്ല, പെട്രോൾ നഷ്ടപ്പെടുകയാണ്, ഡീസൽ നഷ്ടപ്പെടുകയാണ്, ഒരു പ്രയോജനവും സംഭവിക്കുന്നില്ല. ഇതുപോലെ ഒരു ലക്ഷ്യവുമില്ലാതെ പ്രവർത്തിക്കുന്ന ആളുകൾ ഈ കാലത്തുണ്ട്. നമുക്കറിയാം, ആയിരക്കണക്കിന് രൂപ മുടക്കി അവർ ട്രാക്റ്റുകൾ അച്ചടിച്ച് വിതരണം ചെയ്യുന്നുണ്ട്. എന്നാൽ അവർ ചെയ്യുന്നത് അക്ഷരാഭ്യാസമില്ലാത്ത ആളുകളുടെ മുമ്പിൽ കടന്നു ചെന്ന് ട്രാക്റ്റ് കൊടുക്കുക. അവർ വളരെ പ്രവർത്തിക്കുന്നവർക്ക് ചിന്തയുണ്ട്, ഒരു പ്രയോജനമില്ല. ചെകിടരായിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി ഗാന വിരുന്ന്, സംഗീത വിരുന്ന് ഒരുക്കിക്കൊണ്ടുള്ള പ്രോഗ്രാമുകൾ നടത്തുക. അന്ധരായിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി ഫിലിം ഷോ കാണിച്ചുകൊണ്ട് സുവിശേഷികർ നടത്തുക. വളരെ പ്രവർത്തിക്കുന്നവർ ചിന്തിക്കുന്നുണ്ടെങ്കിലും ഒരു പ്രയോജനമില്ലാത്ത പ്രവർത്തനമായി മാറുകയാണ്. എന്നാൽ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ലക്ഷ്യമില്ലാതെ പ്രവർത്തിക്കുന്നവരായി തീരുവാനല്ല. ദൈവരാജ്യത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് രണ്ട് ലക്ഷ്യമുണ്ടായിരിക്കണം. ഒരു ലക്ഷ്യം, ഒരാത്മാവിന്റെ വില ഭൂലോകത്തേക്കാൾ വലുതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ ചെയ്യുന്ന പ്രവർത്തനം മൂലം ചിലരെ എങ്കിലോ എനിക്ക് നരക തീച്ചൂളയിൽ നിന്ന് വലിച്ചെടുത്ത് ദൈവരാജ്യത്തിലേക്ക് കൊണ്ടുവരുവാനിടയാകണം എന്നുള്ള ലക്ഷ്യത്തോടുകൂടെ ദൈവത്തിന് മക്കൾ പ്രവർത്തിക്കുന്നവരായിരിക്കണം. രണ്ടാമതായി, ദൈവത്തിന് മക്കൾ പ്രവർത്തിക്കുമ്പോൾ ഒരു ലക്ഷ്യമുണ്ടായിരിക്കണം. വരും കാലത്തേക്കൊരു നിക്ഷേപം ഉണ്ടാകണം. ഇവിടുത്തെ നിക്ഷേപങ്ങളൊക്കെ ഇവിടെ ഞാൻ നിക്ഷേപിച്ചാൽ ആ നിക്ഷേപങ്ങളൊക്കെ പുഴുവും തുരുമ്പും കിടക്കുന്നതായിരിക്കും, കള്ളന്മാർ തുറന്ന് മോഷ്ടിക്കുന്നതായിരിക്കും, അതൊക്കെ അപഹരിക്കപ്പെടുന്നതായിരിക്കും, അതൊക്കെ നഷ്ടപ്പെടുന്നതായിരിക്കും. എന്നാൽ നഷ്ടപ്പെടാത്ത ഒരു നിക്ഷേപം, ആർക്കും അപഹരിക്കാൻ കഴിയാത്തൊരു നിക്ഷേപം, സ്വർഗത്ത് എനിക്കൊരു നിക്ഷേപം എനിക്കുണ്ടാക്കണം എന്നുള്ള ലക്ഷ്യത്തോടുകൂടെ ദൈവത്തിന് മക്കൾ പ്രവർത്തിക്കുന്നവരായിരിക്കണം. ഇന്ന് രാത്രികാലം എത്ര പേര് ഇന്ന് രാത്രി തീരുമാനമെടുക്കോ, കർത്താവേ ഞാൻ പ്രവർത്തിക്കുവാൻ എനിക്ക് താല്പര്യമുണ്ട്, എന്നാൽ നശിച്ചു പോകുന്ന ആത്മാക്കളെ കുറിച്ച് കണ്ണുനീരോടുകൂടെ ആത്മഭാരത്തോടുകൂടെ അവർക്ക് വേണ്ടി കണ്ണുനീരൊഴുക്കിക്കൊണ്ട് കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുവാൻ എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അപഹരിക്കപ്പെടുന്ന ഭൂമിയിലല്ല, അപഹരിക്കപ്പെടാത്ത നിലനിൽക്കുന്ന നിക്ഷേപങ്ങൾ സ്വർഗത്ത് എനിക്ക് നിക്ഷേപിക്കുവാൻ എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ. പ്രൈസ് അല്ലാഹ്. എന്തൊക്കെയാണ് ദൈവത്തിന് മക്കൾക്ക് നിക്ഷേപിക്കുവാൻ കഴിയുന്നത്? ദൈവവേലയോടുള്ള ബന്ധത്തിൽ, ദൈവസഭയോടുള്ള ബന്ധത്തിൽ, ദൈവരാജ്യത്തോടുള്ള ബന്ധത്തിൽ എന്തൊക്കെയാണ് നിക്ഷേപിക്കുവാൻ കഴിയുന്നത്? നമുക്കെല്ലാവർക്കും ചിന്തിക്കുവാൻ, ഓർക്കുവാൻ കഴിയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ചിന്തയ്ക്ക് വേണ്ടി വീണ്ടും ഞാൻ വയ്ക്കുകയാണ്. ദൈവം നമുക്ക് തന്നിരിക്കുന്ന സമയം, ആ സമയത്തിന് വളരെ വിലയുണ്ട്. ഒരു ചെറിയൊരു ആയുസ്സ് ദൈവം നമുക്ക് തന്നിരിക്കുന്നു. എത്ര നാൾ ജീവിക്കുമെന്ന് ഒരു നിശ്ചയം നമുക്കില്ല. നഷ്ടപ്പെട്ട സമയങ്ങൾ നമുക്ക് തിരിച്ചു ലഭിക്കത്തില്ല. നമ്മുടെ ഓരോ മിനിറ്റിനും, നമ്മുടെ ഓരോ മണിക്കൂറിനും വളരെ വിലയുണ്ടെന്നുള്ള കാര്യം ദൈവത്തിന് മനസ്സിലാക്കിക്കൊണ്ട് അലസരായി നിൽപ്പാൻ നമുക്ക് സമയമില്ല, മടിയരായിരിക്കാൻ നമുക്ക് സമയമില്ല. നമുക്ക് തന്നിരിക്കുന്ന സമയത്തിന്റെ വില മനസ്സിലാക്കുവാൻ കഴിയുന്നെങ്കിൽ ഒരൊറ്റയാൾ പോലും ഉദാസീനതയോടുകൂടെ
കർത്താവിന് വേലയിൽ ഏർപ്പെടുകയില്ല. എന്റെ സമയത്തിന് വിലയുണ്ട്. എനിക്ക് എത്ര ദിവസമുണ്ടെന്ന്, എത്ര മണിക്കൂറുകളുണ്ടെന്ന് എനിക്കറിയാൻ കഴിയാത്തത് കൊണ്ട് പകലുള്ളിടത്തോളം എന്റെ ദൈവത്തിന് വേണ്ടി ഞാൻ പ്രവർത്തിക്കും. ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രി വരാൻ പോകുകയാണ്. എനിക്ക് തന്നിരിക്കുന്ന സമയം ഞാൻ തക്കത്തിൽ വിനിയോഗിക്കുമെന്ന് തീരുമാനിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അലസരാകാതെ മടിയരാകാതെ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ കഴിയുന്ന ദൈവത്തിന്റെ മക്കൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ സമയത്തിന് വില മനസ്സിലാക്കിക്കൊണ്ട് ഒരു മിനിറ്റ് പോലും നഷ്ടപ്പെടുത്താതെ ദൈവത്തിന് വേണ്ടി ഓടുവാൻ കഴിയുന്നെങ്കിൽ നിശ്ചയമായോ ദൈവരാജ്യം ശക്തിപ്പെടുന്നത്, ദൈവരാജ്യം വളർച്ച പ്രാപിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. പ്രവർത്തിച്ചാൽ വേല വിജയിക്കും. നിശ്ചയമായി പ്രവർത്തിച്ചാൽ വേല വിജയിക്കും. എന്തുകൊണ്ട് വേല വിജയിക്കാത്തത്? നമ്മുടെ പ്രവർത്തനത്തിന് പോരായ്മയാണ്. ദൈവമക്കൾ പ്രവർത്തിക്കാൻ തയ്യാറായാൽ, നമ്മുടെ സമയത്തിന്റെ വില മനസ്സിലാക്കിക്കൊണ്ട് കർത്താവിന് വേണ്ടി ഓടുവാൻ അധ്വാനിക്കുവാൻ തയ്യാറായാൽ നിശ്ചയമായും ദൈവസഭ വളരുവാൻ പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ധനം നാം ഇൻവെസ്റ്റ് ചെയ്യണം. ദൈവവേലയ്ക്ക് വേണ്ടി ധനം ഇൻവെസ്റ്റ് ചെയ്യണം. ദൈവം നമുക്ക് പണം തന്നത് ആ പണം ദൂർത്തടിക്കുവാനല്ല, ആ പണം നമ്മുടെ പ്രതാപം കാണിക്കുവാൻ വേണ്ടിയല്ല, ആ പണം പൂഴ്ത്തിവെക്കുവാൻ വേണ്ടിയല്ല. ദൈവം നമുക്ക് പണം തന്നത് ദൈവത്തിന്റെ നാമത്തിന് മഹത്വത്തിനു വേണ്ടി അത് ചെലവഴിക്കാനാണെന്ന് എത്ര പേർക്ക് വിശ്വാസമുണ്ട്? എനിക്ക് തന്ന പണം എന്റെ തലമുറകൾക്ക് വേണ്ടി വയ്ക്കുവാനല്ല, ദൈവരാജ്യത്തിന് വ്യാപ്തിക്ക് വേണ്ടി ചെലവിടുവാനാണെന്ന് വിശ്വസിക്കുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്യാം.